വെൽക്കം ടു ക്രാക്ക് വൺ. ഇപ്പൊ നമ്മുടെ ഡിഗ്രി പ്രിലിംസിങ് അടുത്തിരിക്കുകയാണല്ലേ. അപ്പൊ എല്ലാവരും നന്നായിട്ട് തന്നെ പഠിക്കുന്നുണ്ടെന്നാണ് വരുന്നത്. കറണ്ട് അഫയർ നന്നായിട്ട് തന്നെ നോക്കിക്കോളൂ. കാരണം ഡിഗ്രി പ്രിലിംസ് നല്ല രീതിക്ക് തന്നെ കറണ്ട് അഫയർ ചോദിക്കും. അതും ചെറിയ കറണ്ട് അഫയർ ഒന്നും ആയിരിക്കില്ല, നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ആയിരിക്കും അവർ ചോദിക്കുക. നല്ല ഡീപ്പായിട്ട് അവർ ചോദിക്കാൻ സാധ്യതയുണ്ട്. അത് സ്റ്റേറ്റ്മെന്റ് ലെവലിൽ തന്നെ പ്രതീക്ഷിച്ച് വേണം പോകാൻ. കാരണം ഡിഗ്രി ലെവൽ എന്തായാലും സ്റ്റേറ്റ്മെന്റ് ലെവലിൽ 1-2 കറണ്ട് അഫയർ എന്തായാലും ഉണ്ട്, അത് ഉറപ്പാണ്. അത് മാത്രമല്ല, നന്നായിട്ട് തന്നെ ഇംഗ്ലീഷും മാത്സും മലയാളവും നല്ല തറാക്കിയിട്ട് തന്നെ പോവാം. ഇപ്പൊ ക്ലാസ്സിലേക്ക് കിടക്കാം. ജ്ഞാനപീഠം 2025 ലഭിച്ചത് ആർ വൈരമുത്തുവിനാണ്. ആർ വൈരമുത്തുവിനാണ് ജ്ഞാനപീഠം 2025 ലഭിച്ചത്. ഈ 2026 കണക്കുകൾ പ്രകാരം ഇന്ത്യയിൽ സംരക്ഷിച്ചു പോരുന്ന ആകെ ചീറ്റപ്പുലികളുടെ എണ്ണം 53ആണ്. ഇനി അടുത്തിടെ വാർത്തകളിൽ ഇടം നേടിയ കോട്ടുകുളി തണ്ണീർത്തട പദ്ധതി സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? കോഴിക്കോടാണ് കോട്ടുകുളി തണ്ണീർത്തട സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. ഇനി ഇന്ത്യയുടെ പ്രഥമ നാഷണൽ ഇൻഡോർ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന് വേദിയാവുന്നത് ഭുവനേശ്വരാണ് പ്രഥമ ഇൻഡോർ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന് വേദിയാവുന്നത്. 2026 കുമാരനാശാൻ ദേശീയ കവി പുരസ്കാരം ലഭിച്ചത് സീതാകാന്ത മഹാപത്രയ്ക്കാണ്. ആർക്കാണ്? സീതാകാന്ത മഹാപത്ര ദേശീയ കവി പുരസ്കാരം. കുമാരനാശാന്റെ ദേശീയ കവി പുരസ്കാരം ലഭിച്ച സീതാകാന്ത മഹാപത്രയ്ക്കും 2026 കുമാരനാശാന്റെ മലയാള കവിക്കുള്ള പുരസ്കാരം ലഭിച്ച സച്ചിദാനന്ദനുമാണ്. അതിപ്പം മാറിപ്പോരുത്. ഇനി കുമാരനാശാൻ പുരസ്കാരം ലഭിച്ചാരെന്ന് ചോദിച്ചാൽ സച്ചിദാനന്ദൻ പറയുക. ദേശീയ കവി അല്ലെങ്കിൽ ദേശീയ പുരസ്കാരം ലഭിച്ചു എന്ന് പറഞ്ഞെങ്കിൽ അങ്ങനെ എടുത്തു പറയുകയാണെങ്കിൽ മാത്രം അത് സീതാകാന്ത മഹാപത്രയാണ് വരുന്നത്. അങ്ങനെ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം 2 ഉണ്ടെന്ന്. കുമാരനാശൻ ദേശീയ കവി പുരസ്കാരം, കുമാരനാശൻ മലയാള കവി പുരസ്കാരവും ഉണ്ട്. രണ്ട് പേർക്കാണ് കിട്ടിയിരിക്കുന്നത്. ഇനി 2007 അക്ഷര പുരസ്കാരം ലഭിച്ചത് യു കെ കുമാരനാണ് അക്ഷര പുരസ്കാരം ലഭിച്ചത്. നിന്റെ കഥ എന്ന പുസ്തകം രചിച്ചത് ആർ രാജശ്രീയാണ്. ഇനി തൂത്തിക്കോറിൻ വിമാനത്താവളത്തിന്റെ അങ്ങനെയാണ് വായിക്കുന്നത്. തൂത്തിക്കോറിൻ വിമാനത്താവളത്തിന് പുതിയ പേരെന്താണ്? അത് തൂത്തുക്കുടി വിമാനത്താവളം ആക്കിയിട്ടുണ്ട്. നമുക്ക് ആ പേര് കിട്ടുമ്പോൾ തന്നെ കിട്ടുന്നതാണ്. തൂത്തിക്കോറി എന്ന് പറയുന്നത് എന്താണ്? തൂത്തുക്കുടി ആക്കിയിട്ടുണ്ട്. ഇനി ഈ അടുത്ത് ചന്ദ്രനിൽ നിന്ന് ശേഖരിച്ച മണ്ണിൽ കൃഷി ചെയ്ത കടല ഇനം അത് വെച്ചാൽ മൈലസ് ആണ് കേട്ടോ. മൈലസ് അതിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ അടുത്ത് ചന്ദ്രനിൽ നിന്ന് കുറച്ച് മണ്ണ് ശേഖരിച്ച് നാസ അതിനകത്ത് കൃഷി ചെയ്ത കടല ഇനമാണ് മൈലസ്. കടലാണ് മൈലസ്. ഇനി 2026 ലോക ഉപഭോക്തൃ അവകാശ ദിനത്തിന് പുറമെ സേഫ് പ്രൊഡക്റ്റ് കോൺഫിഡന്റ് കസ്റ്റമർ 2020 വിക്രം സാരാഭായ് വിജ്ഞാൻ പുരസ്കാരം ലഭിച്ചത് രാകേഷ് ശർമ്മയ്ക്കാണ്. ആർക്കാണ്? രാകേഷ് ശർമ്മയ്ക്കാണ് 2026 വിക്രം സാരാഭായ് വിജ്ഞാൻ പുരസ്കാരം ലഭിച്ചത്. ഇനി കടമിനിട്ട പുരസ്കാരം 2026 ലഭിച്ച ആർക്കാണ്? ഏഴാച്ചേരി രാമചന്ദ്രന്. ഇനി മികച്ച മലയാള നോവലിനുള്ള 2025 കേന്ദ്ര സാഹിത്യ പുരസ്കാരം ലഭിച്ചത് എൻ പ്രഭാകരനാണ് മികച്ച മലയാള നോവലിനുള്ള 2025 കേന്ദ്ര സാഹിത്യ പുരസ്കാരം ലഭിച്ചത്. ഇനി പുരസ്കാരം ലഭിച്ച നോവലാണ് മായാമനുഷ്യൻ. ഈ എൻ പ്രഭാകരൻ സാഹിത്യ പുരസ്കാരം ലഭിക്കാൻ കാരണമായ പുസ്തകം ഏതാണ്? മായാമനുഷ്യൻ എന്ന് പറയുന്ന നോവലാണ് കേട്ടോ. കേന്ദ്ര സാഹിത്യ പുരസ്കാരം ലഭിക്കാനുള്ള നോവലാണ് മായാമനുഷ്യൻ. ഇനി കുട്ടികളിലെ വൃക്ക രോഗങ്ങൾ തടയുന്നതിന് വേണ്ടി സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് പ്രതീക്ഷ. ഇനി 40 വർഷങ്ങൾക്ക് ശേഷം 2026 മാർച്ചിൽ സുപ്രീം കോടതി തീർപ്പാക്കിയ ചരിത്ര പ്രസിദ്ധമായ കേസാണ് MC മേത്ത വേഴ്സ് യൂണിയൻ ഓഫ് ഇന്ത്യ. ഇതെന്തുമായി ബന്ധപ്പെട്ട ഒലിയം വാതക ചോർച്ച കേസാണെന്ന് അറിയപ്പെടുന്നത്. ഒലിയം വാതക ചോർച്ചയുമായി ബന്ധപ്പെട്ട കേസാണിത്. ഇതിന്റെ കേസിന്റെ പേരാണ് MC മേത്ത വേഴ്സ് യൂണിയൻ ഓഫ് ഇന്ത്യ. ഇതിന്റെ പ്രത്യേകത 40 വർഷങ്ങൾക്ക് ശേഷമാണ് ഇത് സുപ്രീം കോടതി തീർപ്പ് കൽപ്പിക്കുന്നത്. ഇനി 2026 മാർച്ചിൽ ബാഴ്സലോണയുടെ പ്രസിഡന്റായി ചുമതലയേറ്റത് ജോൺ ലപ്പോർട്ടയാണ്. ആരാണ്? ജോൺ ലപ്പോർട്ടയാണ് മാർച്ചിൽ ബാഴ്സലോണയുടെ പ്രസിഡന്റായി ചുമതലയേറ്റത്. ഇത് സ്പോർട്സുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു കറണ്ട് അഫയർ ആണ്. ഇന്ത്യയുടെ 94ാമത്തെ ചെസ് ഗ്രാൻഡ് മാസ്റ്റർ ആരാണ്? മായാങ് ചക്രവർത്തിയാണ്. ആരാണ്? മായാങ് ചക്രവർത്തിയാണ് 94ാമത്തെ ചെസ് ഗ്രാൻഡ് മാസ്റ്റർ. ഇനി മാതംഗലീല എന്ന നോവൽ എഴുതിയത് സന്തോഷ് ഇച്ചിക്കാനാണ്. ആരാണ്? സന്തോഷ് ഇച്ചിക്കാനാണ് മാതംഗലീല എന്നുള്ള നോവൽ എഴുതിയത്. ഇനി കൃഷി നശിപ്പിക്കുന്ന ജീവികളെ അകറ്റാൻ കേരള വനം വകുപ്പ് ആരംഭിച്ച നിർമ്മിത ബുദ്ധി അധിഷ്ഠിത സംവിധാനമാണ് ഫാം ഗാർഡ്. ആരവല്ലി മലനിരകൾ നിർവചിക്കുന്നതിനായി സുപ്രീം കോടതി നിയോഗിച്ച 10 അംഗ സമിതിയുടെ അധ്യക്ഷനാണ് കാഞ്ചൻ ദേവി. അതാണ് കാഞ്ചൻ ദേവി. ഇനി കേരളത്തിലെ മറൈൻ ഇക്കോ സിറ്റി നിലവിൽ വരുന്നത് കൊച്ചിയിലാണ് കേട്ടോ. കൊച്ചിയിലാണ് കേരളത്തിലെ മറൈൻ ഇക്കോ സിറ്റി നിലവിൽ വരുന്നത്. ഇനി സംസ്ഥാന സർക്കാർ ഈ അടുത്ത് മാധവ് നോളേജ് സെന്റർ ഇൻ മാത്തമാറ്റിക്സ് സ്ഥാപിച്ച എവിടെയാണ്? ഇരിങ്ങാലക്കുടയിലാണ് സർക്കാർ ഈ അടുത്ത് മാധവ് നോളേജ് സെന്റർ ഇൻ മാത്തമാറ്റിക്സ് സ്ഥാപിച്ചത്. ഇനി വഖഫ് ബോർഡിന്റെ പുതിയ ചെയർമാനായി നിയമിതനായത് KS ഹംസയാണ് വഖഫ് ബോർഡിന്റെ പുതിയ ചെയർമാനായി നിയമിതനായത്. ഈ അടുത്ത് ഭിന്നശേഷിക്കാർക്ക് സൗജന്യ ബസ് യാത്ര അനുവദിച്ച ഇന്ത്യൻ സംസ്ഥാനമാണ് ആന്ധ്രാപ്രദേശ്. ആന്ധ്രാപ്രദേശാണ് ഈ അടുത്ത് ഭിന്നശേഷിക്കാർക്കായിട്ട് സൗജന്യ ബസ് യാത്ര അനുവദിച്ച ഇന്ത്യൻ സംസ്ഥാനമാണ്. 2026 ലോക സന്തോഷ സൂചിക ഇന്ത്യയുടെ സ്ഥാനം ചോദിച്ചാൽ 116 ആണ് കേട്ടോ. 116 സ്ഥാനമാണ് 2026 ലോക സന്തോഷ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം.
ഈ 2020 മാർച്ചിൽ മതസ്വാതന്ത്ര്യം ബിൽ പാസ്സാക്കി സംസ്ഥാന നിയമസഭയാണ് മഹാരാഷ്ട്ര നിയമസഭ. എന്ത് ബില്ലാണ് പാസ്സാക്കിയത്? മതസ്വാതന്ത്ര്യ ബിൽ. സ്വാതന്ത്ര്യ ബില്ലാണ് അവർ പാസ്സാക്കിയിട്ടുള്ളത്. ഇനി ഏഷ്യയിലെ ഏറ്റവും വലിയ തുലിപ് ഗാർഡൻ നിലവിൽ വന്നത് ശ്രീനഗറിലാണ്. തുലിപ് ഗാർഡൻ എവിടെയാണെന്നുള്ളത്? ശ്രീനഗറിൽ. അപ്പൊ ഇത്രയാണ് ഇന്നത്തെ കറണ്ട് അഫയർ എന്ന് പറയുന്നത്. ഇതുപോലത്തെ നല്ല കറണ്ട് അഫയർ ആയിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക് യു.